കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുടുംബ വഴക്കിനെ തുടർന്ന് അവരൊരു കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭാര്യയുടെ കുറ്റങ്ങൾ മുഴുവനും സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ മുഴുവനും ഭാര്യ സോഷ്യൽ മീഡിയ വഴിയോ പ്രചരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതായത് അതൊരു കുറ്റകൃത്യമാണോ, അതിന് കോടതിയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോർട്ട് ഓർഡർ എന്താണെന്നുള്ളത് ഞാൻ വായിക്കാം, അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡാമേജിങ് റെപ്യൂട്ടേഷൻ, ഡിപ്രൈവിംഗ് സ്പോസ് ഓഫ് ബീയിങ് ഓൺ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം മേ എമൗണ്ട് ടു ക്രിവാലിറ്റി എന്നാണ് പറയുന്നത്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇമെയിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴിയും എതിർഭാഗത്ത് നിൽക്കുന്ന പങ്കാളിയുടെ ഭാര്യയാകാം ഭർത്താവാകാം അവരുടെ മാനം, റെപ്യൂട്ടേഷൻ തുടങ്ങിയവ കാര്യങ്ങളൊക്കെ നശിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി, അത് പോസ്റ്റ് ആകാം, വീഡിയോ ആകാം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംസാരിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി, അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എതിർ പങ്കാളിയോട് ചെയ്യുന്ന ക്രൂരതയായി കണക്കാക്കാമെന്നാണ് പറയുന്നത്. ഈ ക്രൂരത എന്ന് പറഞ്ഞാൽ ക്രൂവാലിറ്റി, ഈ ക്രൂവാലിറ്റി എന്ന് പറയുന്നത് എല്ലാ മതത്തിലും ഡിവോഴ്സ് കിട്ടുവാനായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അത് കോടതി വഴി തീർക്കാനായിട്ട് ശ്രമിക്കുക. റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ എതിർഭാഗത്തിന് അത് ഗോൾ അടിക്കുവാനായിട്ടുള്ള ഒരവസരമാണ്. അവർ നിങ്ങൾക്കെതിരെ സിവിൽ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുകയും വൻ തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഫോൺ വഴിയോ മൊബൈൽ വഴിയോ ഒന്നും തന്നെ ഷെയർ ചെയ്യാതെ ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.